എക്കോ ഇന്ന് റിലീസായ മലയാള സിനിമയാണ്. ദിഞ്ചിത്ത് അയ്യത്താൻ കിഷ്കിന്ധാകാന്ഡത്തിന് ശേഷം സംവിധാനം ചെയ്യുന്ന സിനിമയാണിത്. ബാഹുൽ രമേഷ് കിഷ്കിന്ധാകാന്ഡത്തിന് ശേഷം ഛായാഗ്രഹണം നിർവഹിച്ച സിനിമയാണ് എക്കോ. അതുപോലെ തന്നെ ബാഹുൽ രമേഷ് കിഷ്കിന്ധാകാന്ഡത്തിനും കേരള ക്രൈം ഫയൽ സീസൺ 2 ശേഷം കഥ, തിരക്കഥ, സംഭാഷണം നിർവഹിച്ച സിനിമ കൂടിയാണിത്. ഇതൊരു പ്രോപ്പർ ഒരു മിസ്റ്ററി ഡ്രാമയാണ്. നമുക്ക് ഇതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ ഊഹിക്കാൻ പറ്റും. കറക്റ്റ് ഒരു കിഷ്കിന്ധാകാന്ഡ യൂണിവേഴ്സ് ആണെന്ന് പോലും നമുക്ക് തോന്നും. പക്ഷേ കിഷ്കിന്ധാകാന്ഡ യൂണിവേഴ്സ് അല്ല, ഇതൊരു പഴയ കാലഘട്ടമാണ് കാണിക്കുന്നത്. അതും 2000 പോലും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, അതിനും മുമ്പാണ് തോന്നുന്നു. ഒരു 1990 ടു 2000 ഇടയ്ക്കുള്ള പരിപാടിയായിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. അവരങ്ങനെ അവരൊരു വേൾഡാണ്, അതിൽ അവർ ഒരിടത്ത് പോലും ഇടയ്ക്ക് മറ്റേ യുദ്ധത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അല്ലാതെ അത് മാത്രമാണ് നമുക്ക് വർഷം ഏകദേശം മനസ്സിലാക്കാനുള്ള സാധനം. പിന്നെ വണ്ടികളും അല്ലാതെ അവർ മറ്റേ ഇന്ന വർഷമാണെന്ന് കറക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് സാധാരണ സിനിമകൾ ചെയ്യുന്ന പോലെ അതിനടുത്തിറങ്ങിയ സിനിമകളുടെ ഒരു ടാക്കീസിൽ ആ സിനിമ ഓടുന്നതായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പോസ്റ്ററോ അല്ലെങ്കിൽ അതിലെ പാട്ട് റേഡിയോ കേൾക്കുന്നു, അങ്ങനത്തെ പരിപാടികളൊന്നും തന്നെ ഇല്ല. നമ്മൾ ഊഹിച്ചോ ഏത് പരിപാടിയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു മൂഡാണ് അത് കണ്ട് സിനിമ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, ഇത് കിഷ്കിന്ധാകാന്ഡം യൂണിവേഴ്സ് അല്ലെ പോലും കറക്റ്റ് കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ ഒരു സ്പിൻ ഓഫ് അല്ല ആ ഒരു സാധനം കാണുന്നൊരു ഫീലാണ്. അതായത് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്ന രീതി, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കഥ പറച്ചിൽ സ്വഭാവം, അതുപോലെ തന്നെ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ജോഗ്രഫി, ഇതെല്ലാം കിഷ്കിന്ധാകാന്ഡമായിട്ട് ഭയങ്കര ഹൈലി റിസംബ്ലൻസ് ഉള്ളതാണ്. ക്വയറ്റ് നാച്ചുറൽ. സംവിധായകനും ക്യാമറമാനും എഴുത്തുകാരനും ഒക്കെ സെയിം ആൾ തന്നെയാണ്. പിന്നെ ആ ജോണർ അതാണ് മെയിൻ. പക്ഷേ ഇത് കിഷ്കിന്ധാകാന്ഡത്തിന് എവിടെയാണ് വേറിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കിഷ്കിന്ധാകാന്ഡം ഇതിൻ്റെ ടീം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അവർ പറഞ്ഞ പോയിന്റ് എനിക്ക് കറക്റ്റായിട്ട് തോന്നി. കിഷ്കിന്ധാകാന്ഡം കുറച്ചുകൂടെ ഇമോഷണലി ഡ്രിവൺ ആണ്. അതായത് ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഡെപ്തിലൂടെ സഞ്ചരിക്കുന്ന സിനിമയാണ് കിഷ്കിന്ധാകാന്ഡം. ഇത് കുറച്ചുകൂടെ സിനിമാറ്റിക് എന്നാണ് അവർ പറഞ്ഞത്. എനിക്ക് സെയിം സാധനമാണ് തോന്നിയത്. കിഷ്കിന്ധാകാന്ഡം ഇമോഷണലി ഡ്രിവൺ ക്യാരക്ടർ ആർക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് കുറച്ച് സ്ലോ പേസ് ആണ്. കുറച്ചെല്ലാം നല്ല സ്ലോ പേസ് ആണ്. നമുക്ക് പക്ഷേ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, പക്ഷേ എങ്കിലും സ്ലോ പേസ് ആണ്. ഈ സിനിമയിലേക്ക് വരുമ്പം ഇതും ക്യാരക്ടർ ആർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ ഇമോഷൻ എന്താണെന്ന് വെച്ചാൽ സെൻറ്റിമെൻറ്റ്സ് ഇമോഷനേക്കാൾ ഉപരി നമുക്ക് ഒരു അഡ്രിനാലിൻ അങ്ങനെ പല സാധനങ്ങൾ കിട്ടും ഈ സിനിമ കാണുമ്പോഴേ. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആണ് ഈ സിനിമ. നല്ല ഫാസ്റ്റ് പേസ് ആണ്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഒരു ആകെ 2 മണിക്കൂർ 6 മിനിറ്റാണ് ഡ്യൂറേഷൻ. ഇതിലൊരു 20 മിനിറ്റ് കാണും കൂടിപ്പോയാൽ നമുക്കൊരു സ്ലോ ആ ഒരു മൂഡ്. ബാക്കി ഒരു 1.25 മണിക്കൂറും ഹൈ വോളിയത്തിലാണ് പോകുന്നത്. അതിപ്പം എന്തുകൊണ്ടായാലും ശരി, ഒന്നെങ്കിൽ ഇവൻറ്റ്സ് ആയിരിക്കും, കിഡിലൻ ഇവൻറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ പുതിയ പുതിയ ക്യാരക്ടേഴ്സ് ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ട്വിസ്റ്റുകൾ, അങ്ങനെയൊക്കെ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മളെ ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ നിർത്തുന്ന പരിപാടിയായിരിക്കും. നമ്മൾ ഭയങ്കര ഗസ് ചെയ്ത് അങ്ങനെ പോകുന്ന പരിപാടിയായിരിക്കും. ഇത് പല ഇവൻറ്റ്സും ഇതിലുണ്ട്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ മലേഷ്യയെ വെച്ച് നടക്കുന്നൊരു ഇവൻറ്റ്, എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ കാട്ടിനകത്ത് വെച്ചുള്ളൊരു ഫൈറ്റ് സീൻ, പിന്നെ ക്ലൈമാക്സിലെ എപ്പിസോഡ്, ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും ട്വിസ്റ്റുകളാണ്. നമ്മളൊരു സീൻ കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഇങ്ങനെ ആയിരിക്കുന്നു കരുതും. അവരത് ലാസ്റ്റ് കൊണ്ടുപോയിട്ടല്ല അങ്ങനെയല്ലെന്ന് പറയുന്നത്, തൊട്ടടുത്ത സീനിൽ തന്നെ അത് അങ്ങനെയല്ല. അപ്പോൾ എന്നിട്ട് അടുത്ത സാധനം ഇടും, നമ്മളപ്പോൾ അടുത്തായിരിക്കും അത് അങ്ങനെയല്ല, അങ്ങനെ ഭയങ്കര കാണുന്ന പ്രേക്ഷകരെ കൂടെ അതിനോടൊപ്പം സഞ്ചരിപ്പിച്ച് ഗസ് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്ന പരിപാടിയാണ്. കിഡിലൻ ഒരു പസിൽ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഉഗ്രം പരിപാടി. കിഷ്കിന്ധാകാന്ഡമായിട്ട് ഞാൻ വേറെ കമ്പയർ ഒന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ആ ജോണർ മാത്രം പറഞ്ഞോളൂ, അല്ലാതെ ഏതാണ് നല്ലതെന്ന് അങ്ങനെയൊന്നും പറയുന്നില്ല. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ സിനിമയാണ്. അതായത് ബ്രില്യൻ്റ്ലി റിട്ടേൺ, അടിപൊളിയായിട്ട് എഴുതി, അതിനേക്കാളും അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്ത്, ഒരു കിഡിലൻ ടീമിനെ വെച്ച് ഒരു ഉഗ്രൻ ഡയറക്ടറെ കൊണ്ട് മാത്രം വരുന്ന കോർഡിനേഷൻ വൈസ് ചെയ്ത്. കാരണം ഇതിലെ പല സീനും ഭയങ്കര ഹാർഡാണ് മേക്ക് ചെയ്യാൻ. പ്രത്യേകിച്ച് ഇതിലെ ഒരു വീട് സെറ്റ് ഇട്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത്, അത് വേറെ ആളായിരിക്കും ഡോക്ടറിൻ്റെ, പക്ഷേ അത് ഷൂട്ട് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതൊരു ഡയറക്ടർ ഒരു കൺവിക്ഷനാണ്. അപ്പം എല്ലാം കൊണ്ടും എല്ലാവരും അഴിഞ്ഞാടിയൊരു സിനിമയാണ്. അതായത് അഭിനയിച്ചവരായാലും സ്ക്രീനിൽ നമ്മൾ കാണുന്നവരായാലും ശരി, കാണാത്തവരായാലും ശരി. മുജീബ് മജീദിൻ്റെ മ്യൂസിക്കൊക്കെ സൂപ്പർ. കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ മൂഡ് തന്നെ, പക്ഷേ ടോപ്പ്. അഭിനയിച്ച എല്ലാവരും തന്നെ. സന്ദീപ് പ്രദീപ് ഒരു രക്ഷയില്ല, ഉഗ്രൻ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ 2 മലേഷ്യൻ യുവതികളുണ്ട്. അത് ഒരു ക്യാരക്ടർ തന്നെയാണ്. അതിൻ്റെ ചെറുപ്പവും ആയാലും ശരി, മുതിർന്ന ഒരു കാണിക്കുന്നതാണ്. 2 പേരും ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഇതിൽ പ്രായമായ സ്ത്രീയാണ് ഇതിൽ ലീഡായിട്ട് വരുന്നത്. പുള്ളിക്കാരി സൂപ്പർ. പിന്നെ അതുപോലെ തന്നെ വിനീത്, നരയൻ, ബിനു പപ്പു, രഞ്ജിത്ത്, എല്ലാവരും അടിപൊളി. എനിക്കതുപോലെ തന്നെ എടുത്തു പറയണമെന്ന് തോന്നുന്ന ഒരാളാണ് സൗരഭ്. പുള്ളി ആനിമലിലൊക്കെ അഭിനയിച്ച ആളാണ്. പുള്ളി ഈ സിനിമയിലൊരു, നമ്മൾ പല ഈ സീരീസൊക്കെ കാണുന്നവരാണ് പുള്ളിയുടെ മുഖം പലതരത്തും കണ്ടിട്ടുണ്ടായിരിക്കും. പെട്ടെന്ന് ഓർമ്മ വരുന്ന ആനിമലാണ്. പുള്ളി ഇതിലൊരു റോൾ ചെയ്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. എന്ത് റോളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, സൂപ്പറാണ്. പുള്ളിയുടെ ഒരു സ്വാഗും
പുള്ളിയുടെ ഒരു മുഖത്ത് വരുന്ന ഓരോ മൈന്യൂട്ട് എക്സ്പ്രഷൻസും സ്വാഗും ഒക്കെ ആ ലെവലാണ്. ഞാൻ ആകെ ഈ സിനിമയിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ അതും എടുത്ത് പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് മാത്രം പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ വരുന്ന 10 ഒരു 20 മിനിറ്റിനകത്ത് അടുത്ത് വരുന്നത് ചെറിയൊരു ലാഗാണ് ആ ഒരു അത്രയും ഏരിയയിൽ വരുന്നത്, ചെറിയൊരു ഇഴച്ചിൽ. പക്ഷെ അതൊന്നും ഒരു കാരണവും അല്ല ഈ സിനിമ മിസ്സാക്കാനുള്ളത്. ഇത് തിയേറ്ററിൽ കാണേണ്ട, തിയേറ്ററിന് വേണ്ടി മെയ്ഡ് ചെയ്ത സിനിമയാണ്. സിനിമ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കിഷ്കിന്ധാകാണ്ഡത്തിൽ നമുക്കൊരു വിഷമമൊക്കെ കൊണ്ട് നമുക്ക് ആ ക്യാരക്ടറിൻ്റെ വിഷമം നമ്മുടെ ഉള്ളിലുണ്ട്, എന്നാൽ നല്ലൊരു സിനിമ കണ്ട സന്തോഷം, അങ്ങനത്തെ ഒരു ഫീലാണെങ്കിൽ ഇതിൽ നല്ലൊരു സിനിമ കണ്ട സന്തോഷം പ്ലസ് വേറൊരു ഫീലുണ്ട്, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന, തിയേറ്ററിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫീല് അതും കിട്ടുന്നുണ്ട്. ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 3.75 ഔട്ട് ഓഫ് 5 ആണ്.